ഇനി നടക്കാൻ പോകുന്ന LPUP എക്സാമിന് വേണ്ടി നമ്മൾ നടത്തുന്ന LPUP ഇംഗ്ലീഷ് ചാലഞ്ച് എന്ന സീരീസിലെ 7ാമത്തെ ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് PSC നേരത്തെ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ വേർഡ് കറക്റ്റ്ലി സ്പെൽഡ്. അത് ഇൻജെന്യൂറ്റി എന്ന് കൊടുത്തിരിക്കുന്ന വാക്കാണ് ഇവിടെ. ആ വാക്ക് ഇവിടെ ഏത് ഓപ്ഷനാണ് ശരിയായ സ്പെല്ലിംഗിൽ കൊടുത്തിരിക്കുന്നതെന്നാണ് ചോദ്യം. ഇൻജെന്യൂറ്റി എന്ന് വെച്ചാൽ എന്തുവാ? ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഒറിജിനാലിറ്റി എന്നൊക്കെയാണ് ഇൻജെന്യൂറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും വരിക കറക്റ്റ് സ്പെല്ലിംഗ്? അതാണ്ട് ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. INGNUITY, ഇൻജെന്യൂറ്റി. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 7ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ സീരീസിലെ. ഇതിന് മുൻപേ നടത്തിയ 6 ക്ലാസ്സുകളും കാണുവാൻ വേണ്ടി ഈ സീരീസിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതുവഴി ഇതിനു മുമ്പ് നടന്ന ക്ലാസ്സുകളെല്ലാം കാണാവുന്നതാണ്. നമ്മുടെ ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ തുടർന്നും കാണുവാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക, വൺ ഓഫ് ദ ചീപ്പസ്റ്റ് വേസ് ടു ഡാഷ് മണി ടു സമ്മൺ ഈസ് ത്രൂ ദ പോസ്റ്റ് ഓഫീസ്. ഇവിടെ ഏതായിരിക്കും വരേണ്ടത്? ഈ സെൻഡ് ആണോ, ഹാവ് സെൻഡ് ആണോ, സെൻഡ് ആണോ, സെൻസ് ആണോ? നമ്മൾ മനസ്സിലാക്കേണ്ട, ഇവിടെ ടു വന്ന സ്ഥിതിക്ക് നമ്മൾ പിന്നെ ഏതേ ഉപയോഗിക്കാവൂ? അതിന്റെ റൂട്ട് ഫോമേ ഉപയോഗിക്കാവൂ. ആ വെർബിന്റെ റൂട്ട് ഫോമേ ഉപയോഗിക്കാവൂ. അതായത് യഥാർത്ഥ ഫോമേ ഉപയോഗിക്കാവൂ. അങ്ങനെ ആവുമ്പോൾ നമ്മൾ സെൻഡ് എന്നേ വരാവൂ. ഹാവ് സെൻഡും സെൻസും വരാൻ പാടില്ല. ഇതിനകത്ത് ഏത് സെൻഡ്? ഈ SENT സെൻഡ് ആണോ, SEND സെൻഡ് ആണോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സെൻഡ് എന്ന് പറയുന്നത് എന്താണ്? V2 ഫോമാണ്. അത് വരത്തില്ല. യഥാർത്ഥ ഫോം എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? SEND സെൻഡ് ആണ് വരേണ്ടത്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം ഇഡിയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കുക, ദ എൻറ്റയർ ക്ലാസ് ഈസ് വാക്കിംഗ് ഇൻ ഇറ്റ്സ് ബൂട്ട്സ്. ദ ഇറ്റാലിസ്റ്റ് ഇഡിയം മീൻസ്. അതായത് ക്വാക്കിംഗ് ഇൻ ഇറ്റ്സ് ബൂട്ട്സ് എന്നുള്ള ആ ഇഡിയത്തിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഫീൽ എക്സ്ട്രീംലി നെർവസ് എന്നാണ്. അങ്ങേയറ്റം നെർവസ് അനുഭവപ്പെടുക, പരിഭ്രമം അനുഭവപ്പെടുക. അതാണ് വാക്കിംഗ് ഇൻ ഇറ്റ്സ് ബൂട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കുക, ഐ സെഡ് ആർ യു ഹാപ്പി, റിപ്പോർട്ട് ദ സെന്റൻസ്. ഇവിടെ നമുക്ക് സെഡ് എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ടെൻസ് ഫോം മാറ്റണം. കാരണം ഇത് പാസ്റ്റ് ആയതുകൊണ്ട് ഡയറക്റ്റ് സ്പീച്ചിലെ ടെൻസ് ഫോം മാറ്റണം. ഇത് നമ്മൾ നോക്കേണ്ട കാര്യം, നമ്മുടെ ഡയറക്റ്റ് സ്പീച്ച് എന്താണ്? ഒരു ഇൻട്രോഗേറ്റീവ് സെൻസ് ആണ്. ഈ ഇൻട്രോഗേറ്റീവ് സെൻസ് എന്തിലാണ് തുടങ്ങിയിരിക്കുന്നത്? സഹായക്രിയയിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ സഹായക്രിയയിൽ തുടങ്ങിയിരിക്കുന്ന ഇൻട്രോഗേറ്റീവ് സെൻസ് ആണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അങ്ങനെയുള്ളവയെ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സെഡിനെ ആസ്ക്ഡ് എന്ന് മാറ്റിയിട്ട് നമ്മൾ ഇഫോ വെതറോ എഴുതണം. പിന്നെ ഇവിടെ യു വന്ന സ്ഥിതിക്ക് നമ്മൾ ഇവിടെ ഒരു ഒബ്ജക്റ്റിനെ സൂചിപ്പിച്ചേ പറ്റത്തുള്ളൂ. ഇവിടെ ഒബ്ജക്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്കിതിനെ എന്താ ചെയ്യാം? തേർഡ് പേഴ്സണായി സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഐ ആസ്ക്ഡ് ഹിം എന്നെഴുതാം. ഹിമ്മോ ഹെറോ എഴുതാം. ഇവിടെ ഹിം എന്നാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഐ ആസ്ക്ഡ് ഹിം. ഇനി നമ്മൾ പറഞ്ഞു എന്താണ് ഇത്? എന്തൊരു ഇൻട്രോഗേറ്റീവ് സെൻസ് ആണ്? ഓക്സിലറി ബിഗിനിങ് ആണ്, സഹായത്തിൽ തുടങ്ങുന്നതാണ്. അപ്പോൾ അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇഫോ വെതറോ എഴുതണം. ഇവിടെ നമുക്ക് ഇവിടെ എല്ലാം ഇഫ് ആണ് വന്നിരിക്കുന്നത്. സോ ഇഫ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യണം? ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണം. അതായത് ഈ ഇൻട്രോഗേറ്റീവ് സെൻസിനെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണം. ആർ യു ഹാപ്പി എന്നുള്ളത് നമ്മൾ യു ആർ ഹാപ്പി എന്ന് മനസ്സിൽ കാണണം. യു ആർ ഹാപ്പി ഇത് നമ്മൾ മനസ്സിൽ കാണണം. എന്നിട്ട് നമ്മൾ ഇതിനെ റിപ്പോർട്ട് ചെയ്യണം. ഇവിടെ യു എന്തായി മാറും? ഹി ആയി മാറും. കാരണം ഇവിടെ ഹിം വന്ന സ്ഥിതിക്ക് ഹി ആയി മാറും. ഹി. പിന്നെ ആർ പ്രസന്റ് ആണ്, അതിനെ പാസ്റ്റ് ആക്കുമ്പോൾ ഹി വാസ് ആവും. ഹി വാസ് ഹാപ്പി. അപ്പം ഐ ആസ്ക്ഡ് ഹിം ഇഫ് ഹി വാസ് ഹാപ്പി എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കുക. നോക്കുമ്പോൾ ദാണ്ട് സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഐ ആസ്ക്ഡ് ഹിം ഇഫ് ഹി വാസ് ഹാപ്പി. അടുത്ത ചോദ്യം നോക്കുക, ചൂസ് ദ കറക്റ്റ് വേർഡ് ഓർഡർ. ഇവിടെ സെന്റൻസിന്റെ വേർഡ് ഓർഡർ തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഏതായിരിക്കും ശരിയായി വരിക? ഏതായിരിക്കും? ദ ഓൺലി തിങ് ദ എർത്ത് നീഡഡ് വാസ് എ ഡൗൺപോർ ഓർ അറ്റ്ലീസ്റ്റ് എ ഷവർ. ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, യു ഡാഷ് നോട്ട് ടെൽ റേച്ചൽ ഷീ വിൽ ബി സ്കാൻഡലൈസ്ഡ്.
ഇവിടെ ഏതായിരിക്കും വരേണ്ടത്? വിൽ ബെറ്റർ ആണോ, മേ ബെറ്റർ ആണോ, ഷാൾ ബെറ്റർ ആണോ, ഹാഡ് ബെറ്റർ ആണോ? നമ്മൾ ഒരിക്കലും വിൽ ബെറ്റർ പറയത്തില്ല, മേ ബെറ്റർ എന്ന് പറയത്തില്ല, ഷാൾ ബെറ്റർ എന്ന് പറയത്തില്ല. പകരം എന്തേ പറയത്തുള്ളൂ? നമ്മൾ ഹാഡ് ബെറ്റർ എന്നേ പറയത്തുള്ളൂ. അത് നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഷീ ഫെൽ അസ്ലീപ് ഡാഷ് ദ ഫിലിം. എന്ന് വെച്ചാൽ ഫിലിംസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ഉറങ്ങിപ്പോയെന്നർത്ഥം. അപ്പൊ അതെന്താ? ഒരു ഡ്യൂറേഷനാണ്. ഡ്യൂറേഷനെ സൂചിപ്പിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഡ്യൂറിങ് ആണ്. സിനിമ തുടങ്ങി സിനിമ അവസാനിക്കുന്നതിന് വരെ അതൊരു കാലയളവാണ്. കാലയളവ് സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡ്യൂറിങ് ആണ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം പങ്ക്ച്വേഷനുമായി ബന്ധപ്പെട്ടതാണ്. ശരിയായ പങ്ക്ച്വേഷൻ ഏതായിരിക്കും? നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്തരത്തിലുള്ള ഇന്റർജെക്ഷൻസ് വന്നിട്ട് നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തുടങ്ങേണ്ടത് എങ്ങനെയായിരിക്കണം? ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. അങ്ങനെ വന്നിരിക്കുന്ന ഏതാ? അതുകൊണ്ട് ഇവിടെയുണ്ട്, പക്ഷെ ഇവിടെ എന്തില്ല? എക്സ്ക്ലമേഷൻ മാർക്ക് ഇല്ല. സോ ഇതാണ് കറക്റ്റ് ആൻസർ. ഗോഷ് ഡസ് ഇറ്റ് കോസ്റ്റ് ദാറ്റ് മച്ച്. അടുത്തത് ഹീസ് ക്വൈറ്റ് ടോൾ ഫോർ ഹിസ് ഏജ്. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ഈസിനെ ആദ്യം എഴുതുന്നു, എന്നിട്ട് ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് കൊടുക്കുന്നു. ഈസിൻറ്റ് അല്ലെ, എന്നിട്ട് ഹി. ഈസിൻ ഹി, സി എന്ന് പറയുന്ന ഓപ്ഷൻ. സിനോണിം ഓഫ് ഫ്ലൈ. ഫ്ലൈ എന്ന് പറയുന്ന വാക്കിന് സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. ഗ്ലൈഡ് ആണ്. ഗ്ലൈഡ് അസൻഡൻസ് ഉയരുക എന്നർത്ഥം. സെയിൽ തുഴയുക, സ്പ്രിംഗ് നമുക്കറിയാം. അപ്പൊ ഇവിടെ ഗ്ലൈഡ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വി ഡാഷ് പ്ലേയിങ് 5 minutes വെൻ യു ടേൺഡ് അപ്പ്. അപ്പൊ ഇത് എന്താണ്? ടേൺഡ് അപ്പ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസിലാണ്. ഇവിടെയും പാസ്റ്റ് ആണ് വരേണ്ടത്. ഈ തന്നിരിക്കുന്നത് ഓപ്ഷനിൽ പാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് വേറും ഹാഡ് ബീനും കുഡ് ബീയും ആണ്. ഹാവ് ബീൻ പ്രസന്റ് ആണ്. ഇതിനകത്ത് ഏതായിരിക്കും? ഇവിടെ എന്താ പറയുന്നത്? 5 minutes 5 മിനിറ്റ് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ അത് ഏത് ടെൻസ് ആയിരിക്കണം? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർ പ്ലസ് ING. ഇവിടെ ഓൾറെഡി വെർ പ്ലസ് ING ഉണ്ട്. നമ്മൾ എന്തുകൂടെ ചേർത്താൽ മതി? ഹാഡ് ബീൻ ഇവിടെ ചേർത്താൽ മതി അല്ലേ? അപ്പം വി ഹാഡ് ബീൻ പ്ലേയിങ് 5 minutes വെൻ യു ടേൺ അപ്പ്. ഇവിടെ പ്ലേയിങ് കഴിഞ്ഞിട്ട് 4 എന്നൊരു ഇത് വേണ്ടുന്നതാണ്. ക്വസ്റ്റ്യനിൽ അങ്ങനെ മിസ്റ്റേക്ക് ഉണ്ട്. 4-5 minutes ആവും. ഓക്കെ, ഇവിടെ ഹാഡ് ബീൻ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ആന്റണിം ഓഫ് പെരിഷ്. പെരിഷ് എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചത്. പെരിഷ് എന്ന് വെച്ചാൽ നശിപ്പിക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നൊക്കെ അർത്ഥമില്ല. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ലീവ് ആയിരിക്കും. അതാണ് ലീവ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, എ വയലന്റ് സ്റ്റോം ഹൂസ് സെന്റർ ഈസ് എ ക്ലൗഡ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ഫണൽ. ഇത് വൺ വേർഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇത് എന്തായിരിക്കും? ടൊർണോഡോ ആയിരിക്കും. ഇതാണ് ടൊർണോഡോ. അടുത്ത ചോദ്യം, എ ഗാങ് ഓഫ് തീവ്സ് അറ്റാക്ക് ഹിം, ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. അപ്പം ഇത് ആക്റ്റീവ് വോയിസ് ആണ്. ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റണം. ആക്റ്റീവ് വോയിസിന്റെ പ്രത്യേകത എന്താ? അത് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കും. പാസീവ് വോയിസോ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഈ സബ്ജക്റ്റ് വന്നിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ഒബ്ജക്റ്റിനെ കൊണ്ടുവരണം. ഇവിടുത്തെ ഒബ്ജക്റ്റ് ഏതാ? ഹിം ആണ്. അതിനെ ഞാൻ ആദ്യം കൊണ്ടുവരണം. ഹിമ്മിന് ഇപ്പുറത്ത് വരുമ്പോൾ എന്തായി മാറും? ഹി ആയി മാറും. ഹിമ്മിന് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുമ്പോൾ അല്ലെങ്കിൽ തുടക്കത്തിൽ വരുമ്പോൾ ഹി ആയി മാറും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ വെർബ് നോക്കുക. അറ്റാക്ട്. അറ്റാക്ട് എന്ന് പറയുന്ന വെർബ് ഏതാണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. അങ്ങനെ സിമ്പിൾ പാസ്റ്റിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റിയ സമയത്ത് ഈ അറ്റാക്ട് എന്നുള്ളതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ വാസോ വേറോ ആഡ് ചെയ്ത് കൊടുക്കണം. എന്ത് ചെയ്യണം? വാസ് ഓർ വേർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന സമയത്ത് ആ വെർബിന്റെ തൊട്ട് മുമ്പ് നമ്മൾ വാസോ വേറോ എന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെ വാസോ വേറോ ആഡ് ചെയ്യുമ്പോൾ ഈ അറ്റാക്ട് എന്ന് പറയുന്ന വെർബ് എന്തായി മാറും? V3 ആയി മാറും. അങ്ങനെയുണ്ട് കേട്ടോ. ഇവിടെ V2 ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ ഇത്തരത്തിൽ ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഇതിന്റെ മുന്നിൽ വാസോ വേറോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇത് എന്തായി മാറുന്നു? V3 ഫോം ആയി മാറുന്നു. അറ്റാക്ഡിന്റെ V3 ഫോം എന്ത് തന്നെയാണ്? അറ്റാക്ഡ് തന്നെയാണ്. ഇപ്പൊ വാസോർ വേർ. ഇപ്പൊ വാസോർ വേർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഏതാ വരേണ്ടത്? ഹി എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ ആശ്രയിച്ച ഈ സിംഗിൾ ആയി നമുക്ക് വാസ് എഴുതാം. അപ്പൊ ഹി വാസ് അറ്റാക്ഡ് എന്ന് വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബൈ പ്ലസ് സബ്ജക്റ്റ്. അപ്പൊ ഹി വാസ് അറ്റാക്ഡ് ബൈ എ ഗാങ് ഓഫ് തീവ്സ്. പിന്നെ സബ്ജക്റ്റ് അങ്ങ് അപ്പുറത്ത് വരണം ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത്.
ആ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് സ്ഥാനത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അതിന് മുമ്പ് ഒരു ബൈ കൊടുക്കണം. ബൈ എ ഗാങ് ഓഫ് തീവ്സ്. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ഏതാ? ഹി വാസ് അറ്റാക്ട് ബൈ എ ഗാങ് ഓഫ് തീവ്സ് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം മീനിങ് ഓഫ് ദ ഫ്രേസൽ വെർബ് ബ്രേക്ക് ത്രൂ. ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന ഫ്രേസൽ വെർബിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതായിരിക്കും അഡ്വാൻസ്മെന്റ് എന്നാണ്. അഡ്വാൻസ്മെന്റ്. ഇനി അടുത്ത ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇഫ് ഐ ന്യൂ ഹർ നെയിം വിത്ത് സിമ്പിൾ പാസ്റ്റ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ തുടർന്ന് വരേണ്ട മെയിൻ ക്ലാസ് എങ്ങനെ ആയിരിക്കണം? വുഡ് ഓർ ഷുഡ് ഓർ കുഡ് മൈറ്റ് പ്ലസ് V1 എന്ന രീതിയിൽ വരണം. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ഏതാണ്? നോക്കുക, ഈ എ എന്ന് പറയുന്ന ഓപ്ഷൻ, ഐ വുഡ് ടെൽ യു. അടുത്ത ചോദ്യം നൗൺ ഫോം ഓഫ് ദ വേർഡ് പേഴ്സിസ്റ്റ്. പേഴ്സിസ്റ്റ് എന്ന് പറയുന്ന വേർഡിന്റെ നൗൺ ഫോം. പേഴ്സിസ്റ്റ് ഇത് വെർബ് ഫോം ആണ്, അതിന്റെ നൗൺ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പേഴ്സിസ്റ്റൻസ് എന്നാണ്. പക്ഷെ ഇതിനകത്ത് രണ്ട് പേഴ്സിസ്റ്റൻസ് കിടപ്പുണ്ട്, എയും ബിയും. അപ്പോൾ സ്പെല്ലിംഗ് കൂടെ നമ്മൾ നോക്കണം. പേഴ്സിസ്റ്റൻസ് സ്പെല്ലിംഗ് പറയുമ്പോൾ ENCE എന്നാണ് വേണ്ടത്. ANC അല്ല, ENC. അങ്ങനെ വന്നിരിക്കുന്നത് ഈ എ എന്ന് പറയുന്ന ഓപ്ഷൻ. അടുത്ത ചോദ്യം സി ദ ബ്രോക്കൺ വിൻഡോ. ദ അണ്ടർലൈൻഡ് വേർഡ് ഈസ് ഡാഷ്. ഇവിടെ ബ്രോക്കൺ വിൻഡോ എന്ന് പറയുമ്പോൾ ഈ ബ്രോക്കൺ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇവിടെ എന്തായിരിക്കും? ഈ വിൻഡോ എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നൗണിനെ വിശേഷിപ്പിക്കാൻ നമുക്ക് എന്ത് വിളിക്കാം? അഡ്ജക്റ്റീവ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്തത് ചൂസ് ദ കറക്റ്റ് സെന്റൻസ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ശരിയായ സെന്റൻസ് ഏത്? ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഏതായിരിക്കണം? നമ്മൾ ഇഫിൽ തുടങ്ങണം. അപ്പം ഇഫ് കഴിഞ്ഞിട്ട് പിന്നെ സബ്ജക്റ്റ് ആണ് വരേണ്ടത്. അതിനുശേഷം വെർബ്. ആ വെർബിനകത്ത് എന്തുണ്ടാകണം? സഹായക്രിയ ഉണ്ടാകണം. അങ്ങനെ വന്നിരിക്കുന്ന ഏതാ? ഇവിടെ ഒക്കെ അറ്റൻഷൻ എന്ന് വെച്ചാൽ നൗൺ ഫോം ആണ് വന്നിരിക്കുന്നത്. യുവിന് ശേഷം എന്ത് വരണം? വെർബാണ് വരുന്നത്. ആദ്യം ഇഫ്, ദെൻ സബ്ജക്റ്റ്, ദെൻ വെർബ് ഫോം. അങ്ങനെ വന്നിരിക്കുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇതൊന്നും തെറ്റാണ്. അപ്പോൾ ഇവിടുത്തെ ഡി ആണ് കറക്റ്റ് ആൻസർ. If you don't pay attention to the announcement, you might board the wrong train. അടുത്ത what you are doing now is dash than what you did yesterday. അപ്പോൾ ഇത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണുമായി ബന്ധപ്പെട്ട ചോദ്യം. ദാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുന്നിൽ നമ്മൾ എന്ത് എഴുതാവും? കമ്പാരിറ്റീവ് ഡിഗ്രി എഴുതാവും. ഇവിടെ അങ്ങനെ കമ്പാരിറ്റീവ് ഡിഗ്രി വന്നിരിക്കുന്നത് ഏതാണ്? സിയറ. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ പറയുന്ന പരീക്ഷയിൽ ചോദിച്ചത്. തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങളും അതിന്റെ എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ഈ പറയുന്ന സീരീസിലെ ഇതിന് മുൻപ് ചെയ്ത 6 ക്ലാസ്സുകളും കാണുവാൻ വേണ്ടി നമ്മുടെ ഈ സീരീസിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ പറയുന്ന യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ ഈ UP എക്സാമിന് വേണ്ടി നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾ ജോയിൻ ചെയ്യുക. ഈ ഏപ്രിൽ 3 വരെ നമുക്ക് ഒരു ഡിസ്കൗണ്ട് ഓഫർ ഉണ്ട്. 400 രൂപ കുറച്ച് നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സിൽ ചേരാൻ പറ്റും. ഇതിന്റെ ആക്ച്വൽ റേറ്റ് എന്ന് പറയുന്നത് 1025 GST ഉൾപ്പെടെ. അത് കുറഞ്ഞ് ഏകദേശം 600 സംതിങ് രൂപയിലേക്ക് മാറും. അത്രയും രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. ഇപ്പൊ എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.